ആതിഥേയരായ ജർമ്മനിക്ക് പിന്നാലെ പോർച്ചുഗലിനും യൂറോ കപ്പിൽ നിന്നും കണ്ണീരോടെ മടക്കം. ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് പോർച്ചുഗൽ തോൽവി നേരിട്ടത്. യൂറോ കിരീടം നേടി മടങ്ങാമെന്ന പ്രതീക്ഷയിലെത്തിയ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന യൂറോ കപ്പായിരുന്നിത്. മത്സരത്തിൻ്റെ തുടക്കം മുതൽ മികച്ച മുന്നേറ്റവുമായി പോർച്ചുഗൽ ഫ്രാൻസിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. റാഫേലിയോയുടെ മുന്നേറ്റങ്ങൾ ഫ്രഞ്ച് ഡിഫൻസിനെ നിരന്തരം പ്രതിസന്ധിയിലാക്കി. മറുഭാഗത്ത് ഫ്രഞ്ച് കൗണ്ടർ അറ്റാക്കുകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പോർച്ചുഗൽ പ്രതിരോധത്തിനും കഴിഞ്ഞിരുന്നു. ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തി. എങ്കിലും പോർച്ചുഗൽ മുന്നേറ്റങ്ങളായിരുന്നു കൂടുതൽ കളിക്കളത്തിൽ കണ്ടത്. പോർച്ചുഗലിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ബ്രൂണോ ഫെർണാണ്ടസിന്റെ തകർപ്പൻ ഷോട്ട് ഫ്രഞ്ച് ഗോൾ കീപ്പർ മാഗ്നൻ രക്ഷപ്പെടുത്തി. ഗ്രീസ്മാന് പകരം ഡെംബല കളിക്കളത്തിലിറങ്ങിയതോടെ ഫ്രാൻസിന്റെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടി. പക്ഷേ നിശ്ചിത സമയത്തും സ്കോർ ബോർഡ് തുറക്കാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞിരുന്നില്ല. എക്സ്ട്രാ ടൈമിലും ഗോളിനായി കനത്ത പോരാട്ടം നടന്നെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയ മത്സരത്തിൽ ആദ്യത്തെ 5 കിക്കും ഫ്രാൻസ് വലയിലെത്തിച്ചപ്പോൾ പോർച്ചുഗൽ താരം ജാവോ ഫെലിക്സിൻ്റെ കിക്ക് പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോയതോടെ 5-3 വിജയവും സെമി ഫൈനൽ പ്രവേശനവും ഫ്രാൻസിന് സ്വന്തമായി. സെമി ഫൈനലിൽ കരുത്തരായ സ്പെയിനെയാണ് ഫ്രാൻസ് നേരിടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.